വെൽക്കം ബാക്ക് ടു ഇലാൻസ്റ്റം ജീനിയസ് ഓൺലൈൻ ക്ലാസ്സസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിലാണെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതേപോലെ തന്നെ മാത്സിൽ റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരെയും ഒന്നുകൂടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്, ഒന്നുകൂടെ വെൽക്കം ചെയ്യുകയാണ്. 8th 9th 10th ഹൈസ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇലാൻ സ്റ്റെം ജീനിയസ് എന്ന പേരിൽ ഞങ്ങൾ ചെയ്യുന്ന കോഴ്സാണ്. അതിൻ്റെ ഒരു ബിഗിനിങ് ആണത്, അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണത്. ഓക്കെ, ബോർഡ് എക്സാം മാത്രമല്ല, കോമ്പറ്റേറ്റീവ് എക്സാംസും സ്കോളർഷിപ്പ് എക്സാമിനേഷൻസും അതേപോലെ ഫ്യൂച്ചറിലെ എൻട്രൻസ് എക്സാമിനേഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ നേരത്തെ തുടങ്ങുകയാണ്. ഓക്കെ, സയൻസിലും മാത്സിലും. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് MTSC, KVPY, ഒളിമ്പിയാഡ്സ് പോലുള്ള എക്സാംസ് ഒക്കെ ഈ 10th 9th ലെവലിൽ തന്നെ എഴുതാം. അത് കഴിഞ്ഞ് +1 +2 എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സയൻസ് മാത്സ് സബ്ജക്റ്റുകളിൽ നല്ലൊരു സ്ട്രെങ്ത് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണത്. എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക, എൻഗേജ് ചെയ്യുക. മാക്സിമം കറക്റ്റ് സമയത്ത് എല്ലാ വീഡിയോസും കണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പുകളിൽ ചോദിക്കുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു ക്ലാസ്സിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുക. അവരെയും കൂടെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ 10th ക്ലാസ് സെക്കൻഡ് ബാച്ച് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓൾറെഡി കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ യൂട്യൂബിൽ 10th അവൈലബിൾ ആണ്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ടീച്ചേഴ്സിനെയും ക്ലാസ്സിനെയൊക്കെ പരിചയപ്പെടാം. ക്ലാസ്സൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒക്കെ നമ്മൾ ചെയ്യുന്നത്, ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ നടത്തിയത് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ഇതൊക്കെ പറഞ്ഞില്ലായിരുന്നോ അല്ലേ. മാത്രമല്ല അവസാനം ഒരു ക്വസ്റ്റ്യനും തന്നിരുന്നു. എത്ര പേര് ചെയ്തു എന്നറിയില്ല. എന്തായാലും ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഇന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ചെയ്തവരുണ്ടെങ്കിൽ ആൻസർ ലൈവ് ചാറ്റിൽ അറിയിക്കാം. ബാക്കിയുള്ളവർ ഇപ്പോൾ അറ്റൻഡ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, എല്ലാവരും ചെയ്ത് നോക്കാം. ഓഡോമീറ്റർ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നിങ്ങളുടെ കാറിൻ്റെ സ്റ്റിയറിംഗിൻ്റെ സെൻറ്റർ ഡയലിൽ സ്പീഡോമീറ്ററും കാണാം. അതേപോലെ തന്നെ കിലോമീറ്റർ എത്രയായി എന്ന് അറിയാൻ സാധിക്കുന്ന ഓഡോമീറ്ററും കാണാം. ഓക്കെ, ഡിസ്റ്റൻസ് കാണുന്ന ഡിവൈസാണ് ഓഡോമീറ്റർ. അപ്പോൾ ഒരു ട്രിപ്പിൻ്റെ ബിഗിനിങ്ങിൽ ഓഡോമീറ്റർ എത്രയായിരുന്നു? 2000 കിലോമീറ്റർ ആയിരുന്നു സ്റ്റാർട്ടിങ് ഓഫ് എ ട്രിപ്പ്. ട്രിപ്പ് തീർന്നപ്പോൾ എത്രയായി? 2400 കിലോമീറ്റർ ആയി. എന്ന് വെച്ചാൽ ഇവരുടെ ട്രിപ്പിൽ ഇവർ എത്ര ദൂരം യാത്ര ചെയ്തിട്ടുണ്ട്, എത്ര ട്രാവൽ ചെയ്തിട്ടുണ്ട്? 2400 മൈനസ് 2000, അതായത് 400 കിലോമീറ്റർ ആണ് ഇവർ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ. ഇവർ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് 400 കിലോമീറ്റർ ആണ്. മാത്രമല്ല ടൈം ടേക്കൺ എത്രയാ? ടൈം ഈസ് ഈക്വൽ ടു 8 hours അല്ലേ. ടൈം എത്ര എടുത്തു? 8 hours എടുത്തു. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ കാർ ഇൻ കിലോമീറ്റർ പെർ ഹവർ ആൻഡ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അവിടെയാണ് ഇവിടെ കുറച്ച് പണി നമുക്ക് ചെയ്യാനുള്ളത്. നോക്കാം. അപ്പോൾ 2 യൂണിറ്റിൽ ഇതിൻ്റെ ആൻസർ കിട്ടണം. നിങ്ങൾക്കറിയാം ഇവർ ചോദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആവറേജ് സ്പീഡായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. കാരണം നമുക്ക് ആകെ തന്നത് ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ടൈമുമാണ്. അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ആവറേജ് സ്പീഡ് മാത്രമാണ് അല്ലേ. അല്ലാതെ ഇവർ ട്രാവൽ ചെയ്ത് 2 മണിക്കൂർ കഴിയുന്ന ആ ഒരു സമയത്തുള്ള സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമുക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈമാണ് ആവറേജ് സ്പീഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 400 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 8 hours എന്ന് പറഞ്ഞാൽ എത്ര വരും? 400 by 8, 50 കിലോമീറ്റർ പെർ ഹവർ ആണ് ഇവരുടെ ആവറേജ് സ്പീഡ്. ഓക്കെ, സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. അതിനർത്ഥം അവർ ഫുൾ ടൈം 4 മണിക്കൂർ 50 കിലോമീറ്റർ പെർ ഹവറിൽ അങ്ങനെ പോയിന്നല്ല. ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. ഇടയ്ക്ക് അവർ വണ്ടി നിർത്തിയിട്ട് എവിടെയെങ്കിലും ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ട്രിപ്പിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഇനി നമുക്ക് ഇതിനെ എന്തിലേക്ക് ആക്കണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. അതെങ്ങനെ ചെയ്യും? ആദ്യം ന്യൂമറേറ്ററിലെ കിലോമീറ്റർ നിങ്ങൾ മീറ്റർ ആക്കുക. അതിനെന്താ ചെയ്യുക? 400 ഇൻറ്റു 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മീറ്റർ ആണ്. ഓക്കെ, ഇനി ഹവേഴ്സിന് എന്ത് ചെയ്യുക? സെക്കൻഡിലേക്ക് മാറ്റുക. 8 ഇൻറ്റു 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? ആർക്കെങ്കിലും അറിയോ? 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് ആണെന്ന്? 1 hour is equal to എത്ര സെക്കൻഡ് ആണെന്നറിയോ? 1 മണിക്കൂറിൽ 60 മിനിറ്റ് ഇല്ലേ? ഓക്കെ, ഓരോ മിനിറ്റിലും എത്ര സെക്കൻഡ് ഉണ്ട്? 60 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി? 3600 സെക്കൻഡ്സ് ആണ് 1 മണിക്കൂറിലുള്ളത്. അത് ഞാനിവിടെ കൊടുക്കുകയാണ്, 3600. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്? ഇനിയൊന്നുമില്ലല്ലോ. ഇനി നിങ്ങൾ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. സീറോസ് ഒക്കെ ഞാൻ ക്യാൻസൽ ചെയ്തു.
8ഉം 400ഉം എനിക്ക് ക്യാൻസൽ ചെയ്യാം, മേലെ 50 കിട്ടും. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ ബാക്കിയുണ്ടോ? എത്ര കിട്ടി? 500/36. ഇത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, 500/36. ഇതിനെ ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ കഴിയുമോ? 4 വെച്ച് ഡിവൈഡ് ചെയ്തൂടെ? 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? 125 വരും ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ എത്ര വരും? 9 വരും. ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ചെയ്തു നോക്കാം. ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ആൻസർ. അത്രയും മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ആൻസർ. അപ്പൊ എല്ലാവർക്കും ഈ ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 50 കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും, അല്ലെങ്കിൽ 125 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. 125/9 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അതാണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത് എത്ര പേർക്ക് കിട്ടിയെന്ന് അറിയില്ല, എല്ലാവരും ചെയ്യണം. ഓക്കെ, ഹോംവർക്ക് വരുമ്പോൾ എല്ലാവരും ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഇന്നത്തെ സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വെലോസിറ്റിയെ പറ്റി ഒന്നുകൂടെ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരു എന്ത് വന്നിരുന്ന ഒരു ബേസിക് ഐഡിയ ഒന്നുമില്ല, ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെ. സ്പീഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ അല്ലെ. അതിന് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് പഠിച്ചു. ഡിസ്റ്റൻസ് പഠിച്ചുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് പഠിച്ചു. അതെന്തായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ഒരു വെക്ടറാണ് അല്ലെ. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, എന്തുണ്ടാകും, ഡയറക്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് അല്ല, അത് ആ ടോട്ടൽ എത്ര ട്രാവൽ ചെയ്തു എന്നുള്ള ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണത്. ഓക്കെ, സ്കെയിലാർ വെക്ടർ ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറയാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ സ്പീഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സ്പീഡ് ഈക്വൽ ടു, എല്ലാവർക്കും അറിയാം എന്താണ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെന്റൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് അല്ലെ. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം എത്രത്തോളം എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ഡിസ്റ്റൻസ് ടൈമിനനുസരിച്ച് എങ്ങനെ മാറുന്നു, എത്ര മാറുന്നു, അതാണ് സ്പീഡ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്നല്ല, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ക്വാണ്ടിറ്റികളാണ്. ചില കേസുകളിൽ മാത്രമേ രണ്ടും ഈക്വൽ ആവുള്ളൂ, ബാക്കി സമയത്തൊക്കെ എന്തായിരിക്കും, രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എ ബി എന്നുള്ള രണ്ട് പോയിന്റുകൾ. ഇടക്ക് സി എന്നുള്ള ഒരു ഷോപ്പിലും ഒരാൾക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അയാൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം സിയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് എന്ത് ചെയ്തു, ബിയിലെത്തി. ഓക്കെ, ഈ ദൂരം 10 ആണ്, ഇത് 20 ആണ്. ഓക്കെ, അപ്പൊ ഇതിന് ഇയാൾക്ക് എടുത്തത് ലെറ്റ്സ് സേ 1 അവർ എടുത്തു എന്ന് പറയാം. 1 അവർ എടുത്തു. ഇവിടെ 10 കിലോമീറ്റേഴ്സ് ആണ്, ഇവിടെ 20 കിലോമീറ്റേഴ്സ് ആണ്. ഇതിന് ഇയാൾക്ക് 2 hours സമയം എടുത്തു. ഓക്കെ, ഇവിടെ നിന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, 20 കിലോമീറ്റേഴ്സ്. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി എല്ലാം കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി എല്ലാവരും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത, എന്ത് പഠിക്കുകയാണെങ്കിലും ഉടനെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നമ്മൾ പഠിച്ചത് അപ്ലൈ ചെയ്യുക. അങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു ചാപ്റ്ററാണിത്. അല്ലാതെ ഇതിന്റെ ഡെഫിനിഷൻ സ്പീഡ്, വാട്ട് ഈസ് സ്പീഡ്, വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points എന്ന് കാണാതെ പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലങ്ങൾ, ചോദ്യങ്ങളിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റിംഗ് മാത്രമാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാം. ഓക്കെ, എല്ലാവരും ഈ പറഞ്ഞ 4 എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ നോക്കുക. ഡിസ്റ്റൻസ് എത്രയായിരിക്കും, അയാൾ ട്രാവൽ ചെയ്തിട്ടുള്ള ടോട്ടൽ ദൂരം, ട്രാവൽ ചെയ്തിട്ടുള്ള ടോട്ടൽ ഡിസ്റ്റൻസ്, അതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? 10 + 20 കിലോമീറ്റർ, അതായത് ടോട്ടൽ 30 കിലോമീറ്റർ. ഇനി നിങ്ങൾക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഇതറിയണ്ടേ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എത്രയാണെന്ന് അറിയാം. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് നമുക്ക് 15 ആണെന്ന് എടുക്കാം. ഓക്കെ, അത് നമുക്ക് 15 ആണെന്ന് എടുക്കാം. അപ്പൊ ഡിസ്റ്റൻസ് കിട്ടി. ഇനിയോ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എത്ര വരും? ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ അല്ലേ, 15 കിലോമീറ്റർ. സ്പീഡ് എന്തായിരിക്കും? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. എത്രയാണത്? ഡിസ്റ്റൻസ് 30 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 3 hours ആണ് എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കിലോമീറ്റർ പെർ അവർ ആണ് എന്ത്? സ്പീഡ്, ആവറേജ് സ്പീഡ്. ഓക്കെ, ആവറേജ് സ്പീഡ്
10 കിലോമീറ്റർ പെർ അവർ ആണ്. ഇനി വെലോസിറ്റിയോ, വെലോസിറ്റി ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. എല്ലാവരും ചെയ്യുന്നില്ല, കിട്ടിയോ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എത്രയാണ്? എത്ര വരും? 15 ഡിവൈഡഡ് ബൈ ടൈമിൽ മാറ്റമൊന്നുമില്ല, ഡിസ്പ്ലേസ്മെന്റ് മാറി, പക്ഷെ സമയം എടുത്തത് എയിൽ നിന്ന് ബിയിലെത്താനുള്ള സമയം എന്താണ്? എത്രയാണ്? സെയിം 3 hours തന്നെയാണ്. അപ്പോൾ 5 കിലോമീറ്റർ പെർ ഹവർ ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. 5 കിലോമീറ്റർ പെർ ഹവർ ആണ് വെലോസിറ്റി. 5 കിലോമീറ്റർ പെർ ഹവർ ആണ് ആവറേജ് വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഇത്ര മാത്രം പറഞ്ഞാൽ പോരാ. ആവറേജ് വെലോസിറ്റി ഫ്രം എ ടു ബി, ആവറേജ് വെലോസിറ്റി ഫ്രം എ ടു ബി. കണ്ടോ, ഡയറക്ഷൻ കൂടെ പറയണം, എങ്കിലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. എങ്കിൽ മാത്രമേ വെലോസിറ്റി എന്ന ഒരു ക്വാണ്ടിറ്റി കംപ്ലീറ്റ് ആവുള്ളൂ. 5 കിലോമീറ്റർ പെർ അവർ ഫ്രം എ ടു ബി, അത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, മനസ്സിലായില്ല? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ? നമ്മൾ വെറുതെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ബിയിൽ നിന്ന് ഇയാൾ എന്ത് ചെയ്യാണ്? തിരിച്ചു വന്നു. ബിയിൽ നിന്ന് ഇയാൾ തിരിച്ച് എയിലെത്തി, തിരിച്ച് അയാളുടെ വീട്ടിൽ തന്നെ എത്തി. ഓക്കെ, ആ സിറ്റുവേഷനിൽ അയാളുടെ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് എത്ര ആയിരിക്കും എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റുമോ? തിരിച്ച് അയാൾ എയിൽ തന്നെ എത്തിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും, വെലോസിറ്റി എത്രയായിരിക്കും? ഓൾറെഡി കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ എത്തിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്താകും? 0 ആകും. ഡിസ്പ്ലേസ്മെന്റ് 0 ആണെന്നുണ്ടെങ്കിൽ ആവറേജ് വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും? ന്യൂമറേറ്ററിൽ കിടക്കുന്ന ആരാ? ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി. ഓക്കെ, അതും എന്താകും? 0 ആകും. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഈ കേസിലെ സ്പീഡും ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മേലത്തെ ദൂരം അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം, കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ വെലോസിറ്റി എന്നുള്ളത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫോർമുല. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം, വായിച്ചു നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉള്ളവരൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ഈ ഫസ്റ്റ് ടൈം നമ്മുടെ ക്ലാസ്സിന്റെ കൂടെ കാണുമ്പോൾ മനസ്സിലാവാത്തവരുണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്യുക? ഒന്നുകൂടെ വന്നിട്ട് വീഡിയോ കാണാം. ഓക്കെ, വീഡിയോ ഒന്നുകൂടെ കാണാം. യൂട്യൂബിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പം ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു ഗുണം അതാണ്, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റും. സ്കൂളിലെ പോലെ ഒരു തവണ മിസ്സായി പോയി കഴിഞ്ഞാൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോവില്ല. ഉഷ എന്ന് പറയുന്ന പെൺകുട്ടി സ്വിംസ് എ 90 മീറ്റർ ലോങ് പൂൾ. ഓക്കെ, അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ എടുത്ത് എഴുതാൻ പോവാണ്. ഓക്കെ, 90 മീറ്റർ ലോങ് പൂളാണ്. ഷീ കവേഴ്സ് 180 മീറ്റർ ഇൻ 1 മിനിറ്റ്. 180 മീറ്റർ ഇൻ 1 മിനിറ്റ്. Okay, from one end to the other, 180 meter by swimming from one end to the other and back along the same straight path. Okay, 90 മീറ്ററിന്റെ പൂളാണ്. ഇവിടുന്ന് അങ്ങോട്ട് നീന്തി തിരിച്ച് ഇങ്ങോട്ടും നീന്തി. അപ്പോൾ 90 + 90 180. അത് 1 മിനിറ്റ് കൊണ്ട് ചെയ്തു. ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി ഓഫ് ഉഷ. ഫൈൻഡ് ദി ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. കണ്ടുപിടിച്ചോളൂ എല്ലാവരും പെട്ടെന്ന്. മീറ്റർ പെർ സെക്കൻഡിൽ ആൻസർ ചെയ്താൽ മതിയേ. മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇൻ മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡിൽ ആൻസർ ചെയ്താൽ മതി. അപ്പോൾ 1 മിനിറ്റ് സമയം തരുള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. എല്ലാവരും പെട്ടെന്ന് ചെയ്യാം. 1 മിനിറ്റ് സമയം കൊണ്ട് അത്രയും വേണ്ട. ശരിക്ക് വെറും ഹാഫ് മിനിറ്റ് മതി. 30 സെക്കൻഡ് കൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാം. ആവറേജ് വെലോസിറ്റി ഇപ്പം തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ വിളിച്ച് പറയാം ആൻസർ. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്ത് വരും? തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തി. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്താകും? 0 ആകും. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ വെലോസിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മൂവ് ചെയ്ത് നല്ല സ്പീഡിൽ ഈ പെൺകുട്ടി ഉഷ അങ്ങോട്ട് നീന്തി, നല്ല സ്പീഡിൽ തിരിച്ച് ഇങ്ങോട്ട് നീന്തി. എന്നിട്ട് വെലോസിറ്റി എന്താണ്? 0 ആണ്. പക്ഷേ സ്പീഡ് ഉണ്ടാവും, ആവറേജ് സ്പീഡ് ഉണ്ടാവും. അപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും കാലം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാർ പോകുന്ന ആ ഒരു സ്പീഡ്, അല്ലെങ്കിൽ നമ്മൾ ബൈക്കിൽ പോകുന്ന ആ ഒരു സ്പീഡ്, അതല്ല വെലോസിറ്റി. ഓക്കെ, നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല സ്പീഡിൽ അങ്ങോട്ട് പോകാം, അവിടുന്ന് നല്ല സ്പീഡിൽ തിരിച്ച് ഇങ്ങോട്ട് വരാം. തിരിച്ചെടുത്ത് എത്തിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തെടുത്ത പോയിന്റ് തന്നെ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആയിരിക്കും. ഓക്കെ, പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് വെലോസിറ്റിയും സ്പീഡും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പം ഇനി ഇവിടുത്തെ ആവറേജ് സ്പീഡ് എന്തായിരിക്കും? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അതെന്തായിരിക്കും? ഈക്വൽ ടു 180 മീറ്റർ ആണ് ടോട്ടൽ.
1 മിനിറ്റ് എത്ര സെക്കൻഡാ? 60 സെക്കൻഡ്. അപ്പോൾ 3 എത്ര വരും? 3 മീറ്റർ പെർ സെക്കൻഡ്. 3 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഉഷയുടെ ആവറേജ് സ്പീഡ്. കിട്ടിയ എല്ലാവർക്കും? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് പറഞ്ഞു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി പറയാൻ പോവാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡ് പറഞ്ഞു അല്ലേ? സോറി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്ന ടേമിനെ വിളിക്കുന്ന പേരെന്താണെന്നല്ല ആർക്കെങ്കിലും അറിയാം? ഇതിനെ പറയുന്ന പേരെന്താണ്? ആക്സിലറേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആക്സിലറേഷൻ എന്നാണ് വിളിക്കുക. ആക്സിലറേഷൻ. ഓക്കെ, കാറിന്റെ ആക്സിലറേറ്റർ നന്നായി ചവിട്ടുമ്പോൾ കാറ് നന്നായിട്ട് മുന്നോട്ട് പോകും, നല്ല സ്പീഡ് പോകും അല്ലേ? അതേപോലെ തന്നെ സൈക്കിളും നിങ്ങൾ നന്നായി പെഡൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ് അല്ല? അപ്പൊ നമുക്ക് എന്താ പറയാം? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞൂടെ അല്ലെ? അവിടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യില്ലേ? ഓക്കെ, അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അതിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. ആക്സിലറേഷനും അപ്പോൾ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇതും എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അതിന്റെ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, ഡയറക്ഷൻ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. ഒരാള് ടൈം 0-യിൽ നിൽക്കുന്ന സമയത്ത് അയാളുടെ വെലോസിറ്റി എത്രയാണ് നമുക്ക് നോക്കാം. ഓക്കെ, വെലോസിറ്റി, അയാളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരുന്നു. ടൈം 10 സെക്കൻഡ് ആയപ്പോൾ, ഓക്കെ, ടൈം ഇൻ സെക്കൻഡ്സ് ആണ്, വെലോസിറ്റി എടുക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിലുമാണ്. ക്ലിയർ? ടൈം 10 സെക്കൻഡ്സ് ആയപ്പോൾ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടുണ്ട്. ടൈം 20 ആയപ്പോൾ വെലോസിറ്റി 10 ആയിട്ടുണ്ട്. ടൈം 30 ആയപ്പോൾ വെലോസിറ്റി 15 ആയി. ടൈം 40 ആയപ്പോൾ വെലോസിറ്റി 20 ആയി. യൂണിറ്റ് മേലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക? എങ്ങനെയാണ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക? ആക്സിലറേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്? വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ അല്ലേ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ അല്ലേ? അപ്പൊ അതിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരാൾ ട്രാവൽ ചെയ്തിട്ട് 10 മീറ്റർ വരെ എത്തി, ഒരു പോയിന്റിൽ എത്തി. 10-ൽ നിന്ന് 20-ലേക്ക് അയാൾ ട്രാവൽ ചെയ്തു. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഓർ ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ ബി ആൻഡ് സി. ബി എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്, സി എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. അതിന്റെ ഇടയ്ക്കുള്ള ആവറേജ് സ്പീഡ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? അതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് 20 മൈനസ് 10 അല്ലെ? അങ്ങനെയല്ല ചെയ്യുക. ഡിവൈഡഡ് ബൈ അതിന്റെ ഇടയ്ക്ക് എടുത്ത സമയം. ഓർമ്മയില്ലേ അല്ലെ? അതായത് ഏതെങ്കിലും 2 പോയിന്റിന്റെ ഇടയ്ക്ക് മാത്രമുള്ള ആവറേജ് സ്പീഡ് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എടുക്കും. എന്നിട്ട് അതിന്റെ ആ ഒരു കവർ ചെയ്യാൻ വേണ്ടി എടുത്ത സമയം വെച്ച് ഡിവൈഡ് ചെയ്യും. ഇവിടെ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് 0 to 40. ഓക്കെ, സ്റ്റാർട്ടിങ് മുതൽ ഫിനിഷിംഗ് വരെയുള്ള ആക്സിലറേഷൻ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് മുതൽ ഫിനിഷിംഗ് വരെയുള്ള ആക്സിലറേഷൻ. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ നമ്മൾ ചെയ്തത് ഫൈനൽ ഡിസ്റ്റൻസിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം കണ്ടുപിടിച്ചു. സിമിലർലി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യും? ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ചെയ്യും. ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ചെയ്യും. അപ്പോൾ ആ 2 പോയിന്റുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വെലോസിറ്റിയിലുള്ള മാറ്റം കിട്ടും. ചേഞ്ച് ഇൻ വെലോസിറ്റി ഈ 2 പോയിന്റുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് കിട്ടും. ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കിട്ടും. ഇവിടെ ആദ്യം പറഞ്ഞ സാധനം ഇത് കിട്ടും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഓക്കെ, അതാണ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായില്ലേ അല്ലേ? ഒരു 10 മീറ്റർ ഉണ്ടായിരുന്ന ഒരാൾ അവിടെ എത്തിയതാണ്, സ്പീഡ് കൂടി. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ആക്സിലറേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ നമുക്ക് ബിറ്റ്വീൻ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ്, ഓക്കെ, ഈ എക്സാമ്പിളിലെ സ്റ്റാർട്ടിങ്ങിന്റെ എൻഡിങ്ങിന്റെ ഇടയ്ക്കുള്ള ആക്സിലറേഷൻ നോക്കാം. ഫൈനൽ വെലോസിറ്റി എത്രയാ? ഫൈനൽ വെലോസിറ്റി 20 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 0.
റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എത്ര സമയം എടുത്തു? എവിടെ സമയം? ഇവിടെ 40 സെക്കൻഡ്സ് എടുത്തു. ടോട്ടൽ 40 സെക്കൻഡ്സ് എടുത്തു. 40. സോ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്, ഇവിടെ സെക്കൻഡ് ആണ് യൂണിറ്റ്. എന്ന് പറയുമ്പോൾ 20/40 1/2 0.5 0.5 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ സെക്കൻഡ് എന്ന് വെച്ചാൽ യൂണിറ്റ് അവസാനം എന്ത് വരും? 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ക്ലിയർ അല്ലേ? 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൻ്റെ ഇടയ്ക്കുള്ള ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ ഒരു എ ബി എന്നുള്ള 2 പോയിന്റ്സിന് പേര് കൊടുക്കാം. ഫൈൻഡ് ദി ആക്സിലറേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഫൈൻഡ് ദി ആക്സിലറേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. എ ആൻഡ് ബി 2 പോയിന്റുകൾക്കിടയിലുള്ള ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. ഫൈൻഡ് ദി ആക്സിലറേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. എയിൽ 20 ആയിരുന്നു സ്പീഡ്, ബിയിൽ 40 ആയിരുന്നു സ്പീഡ്. എയിലെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ബിയിൽ എത്തുമ്പോഴുള്ള ടൈം 20 ആണ്. ദർഫോർ പ്ലീസ് ഫൈൻഡ് ദി ആക്സിലറേഷൻ. എല്ലാവരും കണ്ടുപിടിക്കുക. സോ ആക്സിലറേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഓക്കെ, ഫൈനൽ വെലോസിറ്റി 40 ആണെന്നറിയാം. ഇനീഷ്യൽ വെലോസിറ്റി ആ പോയിന്റിലേക്ക് ഒന്നുകൂടെ പോയി നോക്കാം. ഇനീഷ്യൽ വെലോസിറ്റി എവിടെ? യെസ്, ഇനീഷ്യൽ വെലോസിറ്റി 20 ആയിരുന്നു. 10 ആണ് ഇനീഷ്യൽ വെലോസിറ്റി. 10 ആണ്. ഫൈനൽ വെലോസിറ്റി 20 ആണ്. ടൈം ആണ് 40 20. മറ്റത് 20 and 10 ആണ്. ഓക്കെ, 20 and 10 ആണ്. സോ 20 minus 10 ഡിവൈഡഡ് ബൈ 40 minus 20. അതായത് 10/20. അഗെയിൻ എന്ത് കിട്ടി? 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സെയിം ആൻസർ തന്നെ വീണ്ടും കിട്ടി. ഓക്കെ, സെയിം ആൻസർ തന്നെ വീണ്ടും കിട്ടി. സോ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എല്ലാവർക്കും ആ കാൽക്കുലേഷൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് ഇതിലെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താലും, ഇപ്പൊ ലാസ്റ്റത്തെ 2 പോയിന്റ്സ് എടുക്കാം, ഈ 2 പോയിന്റ്സ് വേണമെങ്കിൽ എടുക്കാം, അവസാനത്തെ പോയിന്റ്സ് വേണമെങ്കിൽ എടുക്കാം, ആ ഫസ്റ്റും തേർഡും എടുക്കാം. അവിടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ ഇത് തന്നെ ആയിരിക്കും. കാരണം ഇത്തരം മോഷനെ വിളിക്കുന്ന പേരാണ്, ഈ ടൈപ്പ് ഓഫ് മോഷൻ, അതായത് ഏത് ടൈം ഇന്റർവൽ എടുത്താലും അതിൻ്റെ ഇടയ്ക്കുള്ള ആക്സിലറേഷൻ സെയിം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഓക്കെ, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്താണ്? ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ആ ടൈപ്സ് ഓഫ് മോഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. കഴിഞ്ഞ ക്ലാസ്സിലൂടെ യൂണിഫോം മോഷനെ പറ്റി പറഞ്ഞിരുന്നു. അതെന്തായിരുന്നു? അത് വെലോസിറ്റി സെയിം ആവുന്ന സിറ്റുവേഷൻ ആയിരുന്നു അല്ലേ? അല്ലെങ്കിൽ സ്പീഡ് സെയിം ആവുന്ന എക്സാമ്പിൾ ആയിരുന്നു അത്. അതാണ് യൂണിഫോം മോഷൻ. അവിടെ ഡിസ്റ്റൻസ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് എപ്പോഴും എന്താണ്? സെയിം ആണ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈക്വൽ ഡിസ്റ്റൻസസ് കവേർഡ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഇവിടെ നമുക്ക് എന്ത് പറയാം? ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ 10 സെക്കൻഡ്സിന്റെ ചേഞ്ചിൽ ഈക്വൽ ടൈം ഇന്റർവൽ എടുക്കാൻ പോകണം. ആദ്യത്തെ 10 സെക്കൻഡ്സിൽ 5 ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി, അടുത്ത 10 സെക്കൻഡ്സിൽ 5 ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി, അടുത്ത 10 സെക്കൻഡ്സിൽ അഗൈൻ 5 ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഈക്വൽ ടൈം ഇന്റർവലിൽ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ഈ ടൈപ്പ് ഓഫ് മോഷനാണ് എന്ത് വിളിക്കുക? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് വിളിക്കുക. അവന് ഇങ്ങനത്തെ അല്ലാത്ത മോഷൻസോ, ഇങ്ങനെ അല്ലാതെ ഈക്വൽ ടൈം ഇന്റർവലിൽ ഈക്വൽ ആയിട്ടല്ല പല രീതിയിലാണ് മാറുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നോൺ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് വിളിക്കും. നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് വിളിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് കേസിനെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകുന്നില്ലെങ്കിൽ പറയണം. ഓക്കെ, പിന്നെ മെയിൻലി നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉള്ളത് ഈ വീഡിയോ വീണ്ടും കാണാം.
ഈ എക്സ്പ്ലനേഷൻ ഒന്നുകൂടെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ മനസ്സിലാവും. പിന്നെ എല്ലാവരും ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം. അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചു എങ്കിൽ നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഉടനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ് ഫ്രം എ സ്റ്റേഷനറി പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാഹുൽ പെഡൽസ് ഹിസ് ബൈസൈക്കിൾ ടു അറ്റൈൻ എ വെലോസിറ്റി ഓഫ് 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ 6 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് ഇൻ 30 സെക്കൻഡ്സിൽ അച്ചീവ് ചെയ്തു. 0 to 6 എത്തിയത് 30 സെക്കൻഡ്സിലാണ്. ദെൻ ഹി അപ്ലൈസ് ബ്രേക്സ്, ഓക്കെ, സച്ച് ദാറ്റ് ദ വെലോസിറ്റി ഓഫ് ദ ബൈസൈക്കിൾ കംസ് ഡൗൺ ടു 4 മീറ്റർ പെർ സെക്കൻഡ്. എന്ന് വെച്ചാൽ 6 പോയിക്കൊണ്ടിരുന്ന ആൾ എവിടെ എത്തി, 4 ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഇൻ 5 സെക്കൻഡ്സ്, 5 സെക്കൻഡ് കൊണ്ട് 6 നിന്ന് 4 എത്തിച്ചു. Calculate the acceleration of the bicycle in both the cases. Okay, നമുക്ക് കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യത്തെ കേസിൽ ചെയ്ത് നോക്കാം. ഫസ്റ്റ് കേസ് എന്താ നടക്കാൻ നോക്കാം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം ഫൈനൽ വെലോസിറ്റി, ഓക്കെ, മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, വി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ ഞാൻ വെലോസിറ്റിക്ക്, ഡിവൈഡഡ് ബൈ ടൈം ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി. ഫസ്റ്റ് എക്സാമ്പിളിൽ ഫൈനൽ വെലോസിറ്റി ഇതാണ് ഫസ്റ്റ്, ഇത് സെക്കൻഡ് കേസ് ആണ്. ഫൈനൽ 6 ആണ്, ഇനീഷ്യൽ 0 ആണ്, ഡിവൈഡഡ് ബൈ 30 സെക്കൻഡ്സ്. ഓക്കെ, മേലത്തെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേലെ മീറ്റർ പെർ സെക്കൻഡ് ആണ്, താഴെ സെക്കൻഡ് ആണ്. അപ്പോൾ യൂണിറ്റ് എല്ലാം കുഴപ്പമൊന്നുമില്ല, യൂണിറ്റ് ഒക്കെ റെഡിയാണ്. സോ 6/30 എന്ന് വരും. 6/30 എന്ന് വെച്ചാൽ ആൻസർ എത്ര വരും, 1/5, അതായത് 0.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ ആദ്യത്തെ കേസിൽ. രണ്ടാമത്തെ നിങ്ങൾക്ക് തന്നെ ചെയ്യാം, ഞാൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ചെയ്തു തീർക്കാൻ നോക്കുക. ഓക്കെ, എല്ലാവരും ഞാൻ ചെയ്യുന്നതിനേക്കാൾ മുന്നേ എന്ത് ചെയ്യുക, ഫിനിഷ് ചെയ്യാൻ നോക്കുക. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു അഗെയിൻ ഫൈനൽ വെലോസിറ്റി മൈനസ് initial velocity divided by time taken. ഓക്കെ, അപ്പോൾ ഞാൻ പോയി നോക്കട്ടെ എവിടെയാണ് ഫൈനൽ, എത്രയാണ് ഫൈനൽ, എത്രയാണ് ഇനീഷ്യൽ എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ 6 നിന്ന് 4 മനസ്സിലാവുന്നുണ്ടോ? 6 നിന്ന് എവിടെ എത്തി, 4 അപ്പോൾ ഫൈനൽ വെലോസിറ്റി 6 ആണ്, ഫൈനൽ വെലോസിറ്റി 4 ആണ്, 4 എത്തിയത്. ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി എന്നുള്ളത് 6 ആണ്. അവിടുന്നാണ് ആ രണ്ടാമത്തെ കേസിലെ ഇനീഷ്യൽ വെലോസിറ്റി 6ഉം ഫൈനൽ വെലോസിറ്റി 4ഉം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ തിയറിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം എന്ത് വരും, ഫൈനൽ 4 ആണ്, 4 മൈനസ് 6 ഡിവൈഡഡ് ബൈ, ഓക്കെ, ടൈം ടേക്കൺ കൂടെ നോക്കണമായിരുന്നു. ടൈം എത്രയാണ്, 5 സെക്കൻഡ്, 5 സെക്കൻഡ് കൊണ്ടാണ് ബ്രേക്ക് പിടിച്ച് നിർത്തിയത്, ഡിവൈഡഡ് ബൈ 5, അതായത് -2/5. എന്താ മൈനസ് ഒക്കെ വരുന്നത്, ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? -2 എന്നൊക്കെ വരാൻ കാരണം -2/5 ഡെസിമൽ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രയാണ്, -0.4. അപ്പോൾ കാൽക്കുലേഷൻ ഒക്കെ എല്ലാവരും മൈൻഡിൽ പെട്ടെന്ന് ചെയ്യണം കേട്ടോ, അതിനൊന്നും എന്ത് ചെയ്യരുത്, സമയം കളയരുത്. -0.4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മൈനസ് എന്ന് കിട്ടാൻ കാരണം എന്താ, ഇത്രയും നേരം പ്ലസ് അല്ലേ കിട്ടിക്കൊണ്ടിരുന്നത്, പെട്ടെന്ന് മൈനസ് ആയോ? അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു ആക്സിലറേഷൻ എന്നുള്ളത് ഒരു വെക്ടറാണ് അല്ലേ, ആക്സിലറേഷൻ എന്നുള്ളത് വെക്ടറാണ്, അതിന് ഡയറക്ഷൻ ഉണ്ട്, അതിനെന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ആദ്യത്തെ കേസിൽ എന്താണ് സംഭവിച്ചത്, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ആദ്യത്തെ കേസിൽ സ്പീഡ് കൂട്ടുകയാണ് ചെയ്തത്, പെഡൽ ചെയ്തിട്ട് സ്പീഡ് കൂട്ടി 0 നിന്ന് 6 എത്തിച്ചു. രണ്ടാമത്തെ കേസിൽ ബ്രേക്ക് പിടിച്ചിട്ട് സ്പീഡ് കുറക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പൊ ഈ രണ്ട് കേസിലും ആക്സിലറേഷന്റെ ഡയറക്ഷൻ രണ്ട് രീതിയിലാണ്. ഒന്ന് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു, രണ്ടാമത്തതിൽ സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ആക്സിലറേഷൻ ആയിരുന്നു. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ട് എല്ലാവർക്കും? മനസ്സിലായോ? ക്ലിയർ ആണല്ലോ. അപ്പൊ അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് കേസിൽ നമുക്ക് പോസിറ്റീവ് കിട്ടി, സെക്കൻഡ് കേസിൽ നെഗറ്റീവ് കിട്ടാനുള്ള കാരണം. മാത്രമല്ല ഒരു കാര്യം കൂടെ നമുക്ക് പറയാം, ഇവിടെ 0.2 ആണ്, ഇവിടെ 0.4 ആണ് മാഗ്നിറ്റ്യൂഡ് മാത്രം. ഈ മൈനസ് എന്നുള്ളത് അതിൻ്റെ ഡയറക്ഷനാണ് നമുക്ക് തരുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ആക്സിലറേഷൻ കൊടുത്തതെന്നുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് മൈനസ് തരുന്നത്. മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ 0.2 ഇവിടെ 0.4. അപ്പോൾ
ചവിട്ടാൻ വേണ്ടി 30 സെക്കൻഡ് എടുത്ത് പതുക്കെ ചവിട്ടി സ്പീഡ് കൂട്ടി, പക്ഷേ ബ്രേക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്തു, വളരെ പെട്ടെന്ന് തന്നെ കുറച്ചും ചെയ്തു. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അങ്ങനെ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ആക്സിലറേഷനെ അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന ആക്സിലറേഷനെ, ഉദാഹരണമായിട്ട് ബ്രേക്കിംഗ്, അതിനെ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ. ഈ വാക്കൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചിലപ്പം. സ്റ്റേറ്റ് സിലബസിലെ 8th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ കുട്ടികൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? റിട്ടാർഡേഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുഴപ്പമൊന്നുമില്ല, ഒന്നുകൂടെ പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. എക്സാംസിനൊക്കെ വളരെ ഉപകാരപ്പെടും. മാത്രമല്ല നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യും. അതിലൂടെ നിങ്ങൾക്ക് ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരാണ് റിട്ടാർഡേഷൻ. ക്ലിയർ ആയ എല്ലാവർക്കും? അപ്പൊ ഇന്ന് നമ്മുടെ ക്ലാസ്സിന്റെ ഉദ്ദേശം തന്നെ എന്തായിരുന്നു? ആക്സിലറേഷൻ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതിന്റെ മീനിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആക്സിലറേറ്റർ, കാറിന്റെ ആക്സിലറേറ്റർ ഒക്കെ പിടിച്ചങ്ങ് ചവിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുക. കാരണം നമ്മൾ അതിന് ആക്സിലറേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ വെക്ടർ ആണ്. ഒന്നെങ്കിൽ അത് പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ അത് എന്താവാം, നെഗറ്റീവും ആകാം. ഓക്കെ, മാത്രമല്ല അത് ഏത് ഡയറക്ഷനിലേക്കും വരാം അല്ലെ? ഏത് ഡയറക്ഷനിലേക്ക് വരാം. കാരണം നിങ്ങൾക്കിപ്പം ഈ ഒരു പെന്നിനെ ഈ പെന്നിനെ ഞാൻ എറിയുകയാണ്. ഒന്നെങ്കിൽ എനിക്ക് നേരെ എറിയാം, ഈ ഡയറക്ഷനിലേക്ക് എറിയാം, അല്ലെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് എറിയാം. അങ്ങനെ ഒരു ഇൻഫിനിറ്റ് ഡയറക്ഷനിലേക്ക് എങ്ങോട്ട് വേണമെങ്കിലും എറിയാം. അപ്പോൾ ആക്സിലറേഷൻ എങ്ങോട്ടാന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിലറേഷൻ അങ്ങോട്ടാണെന്ന് പറയും. അങ്ങോട്ടാണ് പെണ്ണ് പോയതെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ നേരെ എറിയുന്ന കേസിൽ ആക്സിലറേഷൻ ഇങ്ങോട്ടാണ് കൊടുത്തതെന്ന് പറയും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ആക്സിലറേഷൻ എന്നുള്ളത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതിന് ഏത് ഡയറക്ഷനിലേക്കാന്ന് പറഞ്ഞാൽ മാത്രമേ അതിനെന്തുള്ളൂ, അർത്ഥമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അഗെയിൻ നമ്മൾ ബാക്കി സബ്ജക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഫിസിക്സും മാത്സും ആണ് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.